നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ ബാഴ്സലോണയുടെ പിടി അയഞ്ഞുവോ? കഴിഞ്ഞ 1.5 മാസത്തിനിടയ്ക്ക് വിജയിച്ചത് ഒരേ ഒരു കളിയാണ്. തുടരെ തുടരെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഇന്നലെയും പൊട്ടി. സ്വന്തം മൈതാനത്ത് വെച്ച് ലഗാനസിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ തോൽവിയാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ സെർജിയോ നേടിയ ഗോളാണ് ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയായത്. പിന്നെ നിരന്തരം ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ, നിരവധി അവസരങ്ങൾ, ഒന്നും ഗോളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതോടെ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ തോൽവി. ഇന്നലെ ഡഗൌട്ടിൽ ഹൻസി ഫ്ലിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. എന്തൊക്കെ പറഞ്ഞാലും ലഗാനസിനെ പോലൊരു ടീമിനെതിരെ ഈ തോൽവി ബാഴ്സലോണയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അവരുടെ ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കിയും ലാമിൻ യമാലും ഡാനി ഒൽമോയും റാഫിഞ്ഞയും ഒക്കെ ഉണ്ടായിരുന്നു. അവസരങ്ങൾ ഒരുപാട് തുറന്നെടുക്കുകയും ചെയ്തു. പക്ഷേ കളിയുടെ തുടക്കത്തിൽ 4-ാമത്തെ മിനിറ്റിൽ സെർജിയോ നേടിയ ഗോൾ ലഗാനസിനെ മുന്നിലെത്തിച്ചു. പിന്നീട് അത് മടക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ ഒന്നുപോലും പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിയാതെ പോയതോടെ ആ മത്സരം തോൽക്കുന്നു. അതോടുകൂടി നോക്കുക, 18 കളികളിൽ നിന്ന് 38 പോയിൻ്റാണ് ഇപ്പോൾ ബാഴ്സലോണയ്ക്കുള്ളത്. തുടരെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തു എന്നർത്ഥം. 1-ാം സ്ഥാനത്ത് തന്നെയാണ് ലാ ലീഗയിൽ അവർ. പക്ഷേ രണ്ടാമതുള്ള അത്ലറ്റിക്കോക്കും 17 കളികളിൽ നിന്ന് ഒരു കളി കുറച്ച് കളിച്ചിട്ട് 38 പോയിന്റുകൾ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. റയൽ മാഡ്രിഡിന് 17 കളികളിൽ നിന്ന് 37 പോയിന്റ് ഉണ്ട്. അവരും ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. സംഗതി ബാഴ്സയുടെ പിടിവിടുന്ന മട്ടാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.